ഓക്കെ, അപ്പോൾ ഇനി അതിന്റെ db handler.py എന്ന് പറഞ്ഞിട്ട് കോഡ് നമുക്ക് നോക്കാം. അപ്പോൾ കോഡ് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കണ ആ പ്രോഗ്രാം വെച്ചിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ രണ്ട് ഇൻപുട്ട് ഫീൽഡ്സ് ഉണ്ടായിരുന്നു, ഒരു ബട്ടണും ഉണ്ടായിരുന്നു. അപ്പോൾ ബട്ടൺ അല്ലാതെ ബേസിക്കലി ഒരു ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് വെച്ചേക്കണം. അതിന്റെ HTML വേണമെങ്കിൽ കാണിച്ചു തരാം. ഇൻഡെക്സ് HTML കണ്ട ഇൻപുട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മെത്തേഡ് ഗെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് DB ഹാൻഡലറിൽ. അപ്പോൾ ഈ DB ഹാൻഡലർ വരുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് വന്നേക്കണ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഈ എക്സ്ക്ലമേഷൻ മാർക്കും പിന്നെ നമ്മുടെ പൈത്തണിന്റെ പാത്തും ഞങ്ങളിപ്പോൾ VME വെച്ചിട്ടാണ് സെറ്റ് ആക്കിക്കുന്നത്, വെർച്വൽ എൻവയോൺമെന്റ് വെച്ചിട്ടാണ് സെറ്റ് ആക്കിക്കുന്നത്. അപ്പോൾ അതിന്റെ ആ പാത്താണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് ജസ്റ്റ് ഞങ്ങൾ പറയണതാണ് ഈ ഇന്റർപ്രറ്ററിനടുത്ത് ഈ ഇന്റർപ്രറ്റർ വെച്ചിട്ട് ഞങ്ങൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ലൈൻ. ഇതില്ലെങ്കിൽ മിക്കവാറും വർക്ക് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് CGI സ്ക്രിപ്റ്റിൽ ഫസ്റ്റ് ലൈൻ തന്നെ നമ്മുടെ പൈത്തൺ ഇന്റർപ്രറ്റർ ഏതാണെന്നുള്ളത് കാണിക്കണം. നെക്സ്റ്റ് വന്നത് 3 ഇമ്പോർട്ട്സ് ആണ്. അപ്പോൾ ഇമ്പോർട്ട്സിൽ നോക്കുവാണെങ്കിൽ CGI എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇമ്പോർട്ട്, CGI മൊഡ്യൂൾ. അപ്പോൾ അത് ജസ്റ്റ് ഞങ്ങൾക്ക് CGI എന്ന് പറയുമ്പോൾ എന്താ കോമൺ ഗേറ്റ് വേ ഇന്റർഫേസ് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയേക്കണ ഗെറ്റ് റിക്വസ്റ്റ് വഴി HTTP റിക്വസ്റ്റ് ഇല്ലേ, ഗെറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് വെച്ചിട്ട് അതുവഴി വരുന്ന ഫോംസിന്റെ എന്താ പറയുക ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയാണ് ഈ CGI എന്ന് പറഞ്ഞത് ഉപയോഗിക്കുന്നത്. CGI TB ആണ് നെക്സ്റ്റ്. TB എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ട്രേസ് ബാക്ക് എന്നാണ് എൻ്റെ അർത്ഥം. ട്രേസ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇപ്പോൾ ബ്ലാക്ക് സ്ക്രീൻ വരില്ലേ, ഇവിടെ ലോഗിൻ നിൽക്കുമ്പോൾ ഒരു എന്താ പൈത്തൺ കോഡ് കാണിച്ചിട്ട് സ്ക്രീനൊക്കെ വരില്ലേ, ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഡീബഗ്ഗിങ് ചെയ്യാൻ വേണ്ടിയാണ് ഈ CGI TB ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇത് CGI TB എനേബിൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ശരിക്കും അത് വർക്കാവും. ജസ്റ്റ് ഞങ്ങൾക്ക് ട്രേസ് ബാക്ക് അതിന്റെ എന്താ പറയുക ഡീബഗ്ഗിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയാണ്, ഡെവലപ്മെന്റ് എളുപ്പത്തിന് വേണ്ടി. നെക്സ്റ്റ് MySQL DB, അത് പറയണ്ടല്ലോ, MySQL ജസ്റ്റ് ഞങ്ങൾക്ക് എന്താ ഡാറ്റാബേസിന്റെ കണക്ടിവിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ MySQL എന്ന് പറയുന്നത് വന്നത് മറ്റേ MySQL ക്ലയന്റ് എന്ന് പറഞ്ഞൊരു പാക്കേജിൽ നിന്നാണ് ഇത് വരുന്നത്, ഈ ഒരു മൊഡ്യൂൾ. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഞങ്ങൾ MySQL നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന MySQL ഡാറ്റാബേസ് ആണല്ലോ ഇതിന്റെ എൻട്രിക്ക് വേണ്ടി. അപ്പോൾ അതിലോട്ട് ഡാറ്റ എൻട്രിയും റിട്രീവലൊക്കെ നടത്തുന്നത് ഈ പാക്കേജ് വെച്ചിട്ടായിരിക്കും, ഈ ഒരു മൊഡ്യൂൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ CGI TB.enable കൊടുത്ത് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ആദ്യം CGI പിന്നെ CGI TB. CGI എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇൻപുട്സ് എടുക്കാൻ വേണ്ടി HTTP റിക്വസ്റ്റ് വഴി ഗെറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് വഴി കിട്ടണ എന്താ പാരാമീറ്റേഴ്സിൽ നമുക്ക് കിട്ടൂലേ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ, അതെടുക്കാൻ വേണ്ടി. പിന്നെ CGI TB എന്ന് പറയുമ്പോൾ ഡീബഗ്ഗിങ് ചെയ്യാൻ വേണ്ടി. പിന്നെ MySQL എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്, CGI TB, MySQL. അത് കഴിഞ്ഞിട്ട് CGI TB.enable, അത് ഞങ്ങൾക്ക് ഡീബഗ്ഗിങ്ങിന് വേണ്ടി ട്രേസ് ബാക്സ് കാണിക്കാൻ വേണ്ടിയാണ്. അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഓപ്ഷണലാണ്, പക്ഷെ കൊടുക്കണം നല്ലതാണ്. നെക്സ്റ്റ് ഞങ്ങൾ MySQL DBയുടെ കണക്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾ പാസ് ചെയ്ത് കൊടുത്ത് നമ്മളിപ്പോൾ ലറാവലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിലും ഡാറ്റാബേസ് കണക്ടിവിറ്റി ഏകദേശം സെയിം കണക്ടിവിറ്റി കോഡായിരിക്കും ഞങ്ങൾക്ക് പാരാമീറ്റേഴ്സിൽ വരുന്നത്. ആദ്യം ഹോസ്റ്റ് കൊടുക്കും, ലോക്കൽ ഹോസ്റ്റ് ആണ്, പിന്നെ യൂസറാണ്, നെക്സ്റ്റ് പാസ്വേഡ് ഇവിടെ നമുക്ക് വാംപ് അല്ലെങ്കിൽ സാമ്പ് എടുത്തിട്ട് ഏതാ പറയണ MyPHP അഡ്മിൻ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് റൂട്ടും പാസ്വേഡ് ബ്ലാങ്കും ആയിരിക്കും എപ്പോഴും. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കൊടുത്തേക്കുന്നത്, ബ്ലാങ്ക് സ്ട്രിങ്. പിന്നെ DB ടെസ്റ്റ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളൊരു കണക്ഷൻ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ഇതിന് പറയുന്ന കണക്ഷൻ ഒബ്ജക്റ്റ്, ഇതിന് എന്താ കണക്ഷൻ സ്ട്രിങ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ MySQL DB.connect വെച്ചിട്ട് ഞങ്ങളത് ഈ ഒരു MyDB എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റിലോട്ട് അത് അസൈൻ ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് കഴ്സർ വേണം. ഇപ്പോൾ കഴ്സർ വെച്ചിട്ടാണല്ലോ നിങ്ങൾ എല്ലാ ക്വറിയും എക്സിക്യൂട്ട് ചെയ്യണത്. അപ്പോൾ കഴ്സറിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. അത് എടുക്കാൻ വേണ്ടി MySQL DB.cursor എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് കഴ്സറിന്റെ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് ഫസ്റ്റ് ട്രൈ കാച്ച് ബ്ലോക്കിൽ വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേ എന്താ എക്സെപ്ഷൻസ് വരുമല്ലോ, റൺ ടൈം എക്സെപ്ഷൻ വരും. അത് നോക്കാൻ വേണ്ടി ട്രൈ കാച്ച് ബ്ലോക്കിൽ ഇടുക. എന്നിട്ട് ഫസ്റ്റ് വരുന്നത് ഡാറ്റാബേസ് കണക്ഷൻ, നെക്സ്റ്റ് കഴ്സർ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഞാൻ ഇവിടെ സ്പേസ് വെച്ചിട്ട് ചെയ്തേക്കണം പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം ഇമ്പോർട്ട്സ് കഴിഞ്ഞ് CGI enable ചെയ്ത് അത് കഴിഞ്ഞിട്ട് MyDB = MySQL.connect വെച്ചിട്ട് ഡാറ്റാബേസിന്റെ കണക്ഷൻ കിട്ടി ഞങ്ങൾക്ക്. ആ കിട്ടി കഴിഞ്ഞിട്ട് ആ ഒബ്ജക്റ്റിന്റെ കഴ്സർ എടുക്കണം. അപ്പോൾ കഴ്സർ = MyDB.cursor എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഫോം ആണ്. ഫോം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, CGI എന്ന് പറയുന്നത് ബേസിക്കലി മറ്റേ HTTP റിക്വസ്റ്റ് വഴി കിട്ടണ ഡാറ്റ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനൊരു സ്റ്റോറേജ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ CGI.field storage എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ് വിളിച്ചാൽ ഞങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് കിട്ടും. അതിനകത്ത് ഞങ്ങൾക്ക് ഏതാ ഫോമിലുള്ള ഡാറ്റ ഇല്ലേ,
HTTP റിക്വസ്റ്റ് വഴി ഇതല്ല, നിങ്ങൾ ഗെറ്റ് വഴി അയച്ചിട്ടില്ലേ ഈ രണ്ട് ഇൻപുട്സ്, അത് നമുക്ക് കിട്ടും. അതപ്പോൾ ഇതിന്റെ നെയിം എന്ന് പറഞ്ഞ പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും, നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ നോക്കുന്നത് DB ഹാൻഡ്ലറിൽ. അപ്പോൾ ഫോം എന്ന് പറഞ്ഞ ഇതിലിപ്പോൾ CGI-യിൽ നമുക്ക് ഏതാ HTML-ലുള്ള ആ ഫോമിന്റെ അകത്ത് നമ്മൾ അടിച്ച വാല്യൂസ് എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് എടുക്കണമെങ്കിൽ ഫോം ഡോട്ട് ഗെറ്റ് വാല്യൂ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ നെയിം കൊടുക്കണം. ഈ നെയിം ഏതാണ്? ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവിടത്തെ നെയിം, നമ്മൾ ഈ ആട്രിബ്യൂട്ട് ഇൻപുട്ടിന് ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ നെയിം എന്ന് പറഞ്ഞിട്ട്, അത് അവിടെ എന്താ കൊടുക്കണത് ആ ഒരു നെയിം തന്നെ ആയിരിക്കണം ഇവിടെയും കൊടുക്കുന്നത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മളൊരു സ്ട്രിംഗ് വേരിയബിളിലോട്ട് വെച്ച് ഇവിടെയും വെച്ചു, പാസ്വേഡ് തന്നെ എടുത്തു. നെക്സ്റ്റ് ഞങ്ങൾക്ക് വേണ്ടത് ഈ ഫോമിന്റെ ഇൻപുട്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻപുട്സ് എടുക്കാൻ വേണ്ടി 3 സ്റ്റെപ്പാണ് അവിടെ. CGI ഡോട്ട് ഫീൽഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ട്രിങ്ങിലോട്ട് അസൈൻ ചെയ്യാം. നമ്മൾ എടുത്തിട്ട് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വെച്ചിട്ട് ഫോം ഡോട്ട് ഗെറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് അത് സ്ട്രിങ്ങിലോട്ട് അസൈൻ ചെയ്യാം, ഏതെങ്കിലും സ്ട്രിങ്ങിലോട്ട്. നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ SQL ക്വറി ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്ട്രിങ്ങിൽ പാരാമീറ്ററൈസ്ഡ് ക്വറിയാണ് വേണ്ടത്. പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യും. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുക്കൂല, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ക്വറിയാണ്, ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു യൂസർ നെയിം പാസ്വേഡ്, ഇത് ഏതാണ് വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്യണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. കാരണം ചിലപ്പോൾ യൂസർ ടേബിളിൽ ID എന്ന് പറഞ്ഞൊരു ഇത് ഉണ്ടാവും, ഓട്ടോ ഇൻക്രിമെന്റ് വെച്ചേക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂസർ നെയിം എന്ന് പറഞ്ഞ കോളത്തിലും പാസ്വേഡ് എന്ന് പറഞ്ഞ കോളത്തിലും ഈ രണ്ട് വാല്യൂസ് ആണ് കൊടുക്കുന്നത്. പെർസെൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സ്ട്രിംഗ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ സ്ട്രിംഗ് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ സ്ട്രിംഗ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് മൈ കഴ്സർ. ഞാൻ പറഞ്ഞില്ലേ, കഴ്സർ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ ക്വറി എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. റീഡ് ആയാലും അപ്ഡേറ്റ് ആയാലും ഏതായാലും ഞങ്ങൾ കഴ്സർ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട് SQL എന്ന് പറയുന്നത് നമ്മുടെ ആ ക്വറി ഇവിടെ കൊടുത്ത്, പിന്നെ അവിടുത്തെ പാരാമീറ്റേഴ്സ് നമ്മൾ ഈ എന്താ ബ്രാക്കറ്റ്സിൽ പാസ് ചെയ്ത് കൊടുക്കും ഒരു ലിസ്റ്റ് പോലെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഈ യൂസർ നെയിം പോയിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്തതിന് പാസ്വേഡ് പോയിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ആ ക്വറി എക്സിക്യൂട്ട് ആയാൽ മാത്രം പോരാ, ഞങ്ങൾക്ക് mydb.commit കൂടെ ചെയ്യണം. ഞങ്ങൾ ഈ PLSQL ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ടായിരുന്നല്ലോ, ലാസ്റ്റ് ഒരു കമ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഇതും കൂടെ വെക്കും, എന്നാലേ അതിൽ സേവ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ സേവ് ആയിട്ടുണ്ടാവില്ല, കാരണം അത് കമ്മിറ്റ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഇട്ടേക്കാം. ഓക്കെ, ഇത് ഒരു 3 സെപ്പറേഷൻ ആണ്. ആദ്യം ക്വറി പ്രിപ്പയർ ചെയ്യുക, പിന്നെ എന്താ MySQL അല്ല കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ആ സ്ട്രിങ്ങും പിന്നെ ഞങ്ങൾക്ക് പാരാമീറ്റേഴ്സും ഏതൊക്കെയാണെന്നുള്ളത്, ഇപ്പോൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞ വേരിയബിൾസ് ഉണ്ടാവും, അത് രണ്ടും പാസ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കമ്മിറ്റ് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഇവിടെ ലോഗിൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഇത് ശരിക്കും പറഞ്ഞാൽ ലോഗിൻ്റെ അല്ല കോഡ്, ഇത് എന്താ ഇൻസേർട്ട് ഇൻറ്റു ഡാറ്റാബേസ് രജിസ്റ്ററിൻ്റെയാണ് ശരിക്കും, പക്ഷെ ഞാൻ ലോഗിനെ വെച്ചേക്കണേ ജസ്റ്റ്. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു യൂസേഴ്സ് ആണല്ലോ, അപ്പോൾ അത് ലോഗിൻ ആയിരിക്കുമല്ലോ. ലോഗിൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ചെക്ക് ചെയ്യണതായിരിക്കും, സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ്, എന്നിട്ട് എന്താ റോ കൗണ്ട് 1 കൂടുതൽ ഉണ്ടാകുന്ന നോക്കണമായിരിക്കും ലോഗിൻ്റെ. ഇത് ജസ്റ്റ് രജിസ്ട്രേഷൻ ആണ്, പക്ഷെ ഞാൻ ലോഗിൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ പേരടിച്ച് സബ്മിറ്റ് നെക്കി കഴിഞ്ഞാൽ വെൽക്കം ശ്രീകേഷ് എന്ന് പറഞ്ഞ ഈ ഒരു പേജ് വന്നിട്ടുണ്ടല്ലോ, ബാക്ക് ടു ലോഗിൻ പേജ് എന്ന് പറഞ്ഞ് ആ ഒരു പേജ് റെൻഡർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കോഡ്, ഇത്രയും കോഡ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഞങ്ങൾ പ്രിന്റ് കണ്ടന്റ് ടൈപ്പ് HTML എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതെന്തിനാ, ഈ ഒരു പേജിൽ നിന്ന് ഈ ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്ന പേജിൽ ഞങ്ങൾക്ക് എന്താ ഈ സ്ക്രിപ്റ്റ്സിൽ ഞങ്ങൾ കൊടുക്കൂലേ, ഇവിടെ നിന്ന് ഒരു സെക്കൻഡ് സബ്മിറ്റ് കൊടുക്കൂല. അപ്പോൾ നേരെ നമുക്ക് പോണത് സ്ക്രിപ്റ്റിലോട്ടാണ്. സ്ക്രിപ്റ്റിൽ അപ്പോൾ എന്തെങ്കിലും എന്താ HTML കണ്ടന്റ് കാണാം നമുക്ക് ബ്രൗസറിൽ കാണണമെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് ഈ കണ്ടന്റ് ടൈപ്പ് HTML ടെക്സ്റ്റ് ഓർ HTML എന്ന് പറഞ്ഞിട്ട് ബ്രൗസറിൻ്റെ അടുത്ത് പറയണം നമ്മൾ റെൻഡർ ചെയ്യാൻ പോണത് HTML ആണ്, അതിന് ഹെഡർ ഉണ്ടാവും ബോഡി ഉണ്ടാവും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനാണ് ഈ ഫസ്റ്റ് ലൈൻ. അത് കഴിഞ്ഞിട്ട് ഒരു /n കൂടെ വേണം ശരിക്കും. /n അല്ലെങ്കിൽ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഈ 2 ലൈൻ എപ്പോഴും ഓർത്തിരിക്കണം നമ്മൾ HTML റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ സബ്മിഷൻ കഴിഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ എന്താ കണ്ടന്റ് ടൈപ്പ് ടെക്സ്റ്റ് ഓർ HTML എന്ന് പറഞ്ഞിട്ട്, ടെക്സ്റ്റ് അല്ലെങ്കിൽ HTML.
അപ്പോൾ ഇത് ബ്രൗസറിൻ്റെ അടുത്ത് പറയണേ ഈ HTML ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. എന്നിട്ട് ഞങ്ങൾ HTML ബോഡി ഫുൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഡോക് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഞാൻ ജസ്റ്റ് VS കോഡിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കോപ്പി ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡോക് ടൈപ്പ് ഒന്നും കൊടുക്കാണ്ട് ഡയറക്റ്റ് ഒരു ഹെഡർ വേണമെങ്കിൽ റിട്ടേൺ ചെയ്താലും മതി. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ HTML ഹെഡർ ഒന്നും ഇല്ലാണ്ട് ബോഡിയും വേണമെന്നില്ല, ജസ്റ്റ് ഒരു H1 വേണമെങ്കിൽ കൊടുക്കാം. കാരണം അത് HTML ആണെന്ന് ബ്രൗസറിന് റീഡ് ചെയ്യാൻ പറ്റും. ടാഗ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. സേവ് ചെയ്ത് ഇനി ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ മറ്റേ സ്റ്റൈലിംഗ് ഒക്കെ പോയി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക. ഇത് അത്രയും പാടൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു HTML ഫയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഞാൻ കണ്ടത് new.html എന്നിട്ടിങ്ങനെ എന്താ എക്സ്ക്ലമേഷൻ മാർക്കും എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും വരും. അപ്പോൾ ഇതിൽ തന്നെ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് പ്രിന്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അപ്പോൾ ഈ എഫ് എന്താണെന്നല്ലേ, അത് ഫോർമാറ്റഡ് സ്ട്രിങ് ആണ്. പൈത്തണിലുള്ള ഒരു സംഭവമാണ് ഫോർമാറ്റഡ് സ്ട്രിങ്. എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ ചിലതിൽ ഇങ്ങനെ ഡോളർ സൈൻ ഇടും നമ്മൾ സ്ട്രിങ്ങിന്റെ മുമ്പ്. അപ്പോൾ അത് ചെയ്യണം എന്തിനാന്ന് പറഞ്ഞാൽ ഈ യൂസർ നെയിം കണ്ട അത് ഈ എന്താ HTML കോഡിന്റെ ഇടയിൽ നമ്മൾ ഈ കേർലി ബ്രാക്കറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് യൂസർ നെയിം എന്നൊരു വേരിയബിൾ ആണ്. ഇപ്പൊ ഇത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഈ വേരിയബിൾ വെക്കാൻ പറ്റൂല. അതൊരു സ്ട്രിങ് ആയിട്ട് തന്നെ മാറും. അത് ഞങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനും പറ്റൂല. അപ്പൊ ഈ എഫ് കൊടുത്തിട്ട് ഒന്നെങ്കിൽ 3 സിംഗിൾ കോട്ട്സ് അല്ലെങ്കിൽ ഒരു ഡബിൾ കോട്ട്സ് അത് വെച്ചിട്ട് ഞങ്ങൾക്ക് സ്ട്രിങ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടെ ഒരു കേർലി ബ്രാക്കറ്റിൽ ഞങ്ങളൊരു വേരിയബിൾ പാസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ എന്താ പാസ്വേഡ് എന്ന് പറഞ്ഞ വേരിയബിളും കൊടുക്കാം. പാസ്വേഡ് എന്ന് പറഞ്ഞ വേരിയബിളും കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഫോർമാറ്റഡ് സ്ട്രിങ് കണ്ടന്റ് ടൈപ്പ് HTML കൊടുത്ത് പിന്നെ ഫോർമാറ്റഡ് സ്ട്രിങ് അത് വെച്ചിട്ടായിരിക്കും ഞങ്ങൾ കൺഫർമേഷൻ പേജ് ഒക്കെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നുമില്ല, ഈ ട്രൈ ക്യാച്ചിന്റെ ക്യാച്ച് ബ്ലോക്ക് ഈ എക്സെപ്ഷൻ ആസ് ഈ പ്രിന്റ് ഈ ജസ്റ്റ് എക്സെപ്ഷൻ എന്താണ്, എവിടെയാണ് എറർ വന്നതെന്ന് നോക്കാൻ വേണ്ടി. പിന്നെ ഫൈനലി DB.close എപ്പോഴും ചെയ്യണം. അല്ലെങ്കിൽ അത് ചെയ്യണതാണ് നല്ലത്. എപ്പോഴും ഫൈനലി ബ്ലോക്കിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ട്രൈ എക്സെപ്ഷന് പിന്നെ ഫൈനലി അവിടെ ഉണ്ടാവില്ല. ഫൈനലി കൊണ്ടുപോയിട്ട് DB.close ചെയ്യണം. അതായത് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത കണക്ഷൻ ഇല്ലേ MySQL DB ആയിട്ട്, അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോഡ് എക്സ്പ്ലനേഷൻ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താ പറയുക ക്രെഡ് വിത്ത് CGI പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ എൻ്റെ ഒരു കോഡ് ഓൾറെഡി ഉണ്ട്. കോഡ് എക്സ്പ്ലനേഷന് പകരം ഞാൻ ഫസ്റ്റ് മുതൽ ചെയ്ത് കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കൂടി ഇടാം. ഓക്കെ.